നമസ്കാരം. ഞാൻ അരൂർ മധുസൂദന പണിക്കർ, ശ്രീകൃഷ്ണ വസിഷ്ഠ മഹാദേവക്ഷത്തിലെ മുഖ്യ കാര്യദർശി. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം ഭക്തിയും വിഭക്തിയുമാണ്. ഭക്തിമാർഗത്തിൽ നമ്മൾ സഞ്ചരിച്ച് ഭക്തിയെ രൂപാന്തരപ്പെടുത്തി എല്ലാം ഭക്തി കൊണ്ട് എനിക്ക് നേടാൻ സാധിക്കുമെന്ന് പറയുന്ന മിഥ്യാധാരണയാണ്. ഭക്തി വേണം. അമിത ഭക്തിയിലേക്ക് പോകുമ്പോൾ തൻ്റെ കർമ്മങ്ങളിൽ നിന്നും അയാൾ വ്യതിചലിക്കുകയാണ്. ഭക്തി എപ്പോഴാണ് അയാൾക്ക് വേണ്ടത്? അയാളുടെ കർമ്മപദങ്ങളിലൂടെ സഞ്ചരിച്ച് അയാൾ ചെയ്യേണ്ടതായ കാര്യങ്ങളെല്ലാം ചെയ്ത് അതിനുശേഷം അയാൾ നാളെ രാവിലെ എനിക്ക് ഉണർന്ന് ആരോഗ്യമുണ്ടാക്കി തരണമേ ഭഗവാനെ എന്ന് വിളിക്കണം. അപ്പോൾ ഈശ്വരൻ്റെ ആ ചൈതന്യം, ഈ ശരീരത്തിരിക്കുന്ന ചൈതന്യത്തെ വളർത്തുവാൻ ഭക്തി നല്ലതാണ്. പക്ഷേ ചിലവർ ഭക്തിമാർഗം അമിതഭക്തിയാക്കിക്കൊണ്ട് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കും. അതാപത്താണ്. ഭഗവാൻ പറയുന്നത് എന്താ? നീ കർമ്മഫലം ഞാനാണ് തരുന്നത്, പക്ഷെ നീ കർമ്മം ചെയ്യേണ്ട ബാധ്യത നിനക്കുണ്ട്. ആ കർമ്മത്തിൽ നീ ചെയ്യാതെ നീ എന്നോട് കർമ്മഫലം തരൂ കർമ്മഫലം എന്ന് ചോദിച്ചാൽ ഞാൻ എവിടെ നിന്ന് തരാനാണ്? അതുകൊണ്ടാണ് പറയുന്നത്, കർമ്മം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം കിട്ടും. അതുകൊണ്ട് ഭക്തി എന്നുള്ളത് മനസ്സിനെ സ്വാതന്ത്ര്യപ്പെടുത്താനും മനസ്സിനെ നിയന്ത്രിക്കാനുമുള്ള ഒരു മാർഗമായിരിക്കണം. ഗീത തന്നെ പറയുന്നുണ്ട്, നീ ഏതൊക്കെ കർമ്മങ്ങളിൽ പോയാലും ഭക്തി എന്ന കർമ്മത്തിൽ നീ പ്രവേശിക്കണമെങ്കിൽ നിൻ്റെ ജീവിതത്തിൻ്റെ പൊരുളുകൾ നീ മനസ്സിലാക്കി നീ അധ്വാന കർമ്മങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് നിനക്ക് യഥാർത്ഥത്തിലുള്ള നിൻ്റെ ഭക്തിയെ നിനക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. അവിടെയാണ് ഈശ്വരൻ എന്ന ആ ഭക്തിമാർഗം നിനക്ക് ഉപദേശിക്കുന്നത്. അല്ലാതെ എനിക്ക് ഈശ്വരനെ ഭയങ്കര വിശ്വാസമാണ്, ഞാൻ ഈശ്വരന് നെയ്വിളക്കും നെയ്പായസം പുഷ്പാഞ്ജലി ഇതെല്ലാം നടത്തിയിട്ടും എനിക്കൊരു ഫലവും കിട്ടുന്നില്ല. പക്ഷെ ഭഗവാൻ ഒരിക്കലും പറയുന്നില്ല എനിക്ക് നെയ്പായസം വേണം, എനിക്ക് നെയ്വിളക്ക് വേണം, എനിക്ക് ഇത് വേണം. നീ എന്നെ നിന്നിലൂടെ കാണാത്തത് കൊണ്ടാണ് നീ നിൻ്റെ ഭക്തിയെ നീ മറക്കുന്നത്. അപ്പം നിന്നിലേക്കൊരു ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റുള്ളൂ. ആ സഹായമാണ് ഞാൻ നിനക്ക് ചെയ്തു തരുന്നത്. ഇത് ചെയ്യാതെ ഭക്തിയെ മാത്രം അവലംബിച്ചുകൊണ്ട്, ഭക്തിയാണ് എല്ലാത്തിനും ആധാരമെന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് അധ്വാന ഫലം കിട്ടാതെ വരും. അതിൻ്റെ യോഗം പറഞ്ഞിരിക്കുന്നത് സന്യാസമാണ്. അത് വേറൊരു വിഷയമാണ്. ഈ സന്യാസത്തിലേക്ക് പോകുക എന്ന് തന്നെ പറഞ്ഞത് അയാൾക്ക് നിയോഗമുണ്ടെങ്കിൽ മാത്രമേ അയാൾ സന്യാസിയാകുള്ളൂ. അപ്പോൾ ആ സന്യാസി എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കാതെ ബ്രഹ്മചര്യം നോക്കി തപസ്സനുഷ്ഠിക്കുന്നവരല്ല സന്യാസി. അവർക്ക് തൻ്റെ മാർഗങ്ങളിൽ, തൻ്റെ ജീവിത സന്ധികളിൽ എല്ലാ കർമ്മങ്ങളും പൂർത്തീകരിച്ചവന് മാത്രമേ ഒരു സന്യാസി യോഗത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതല്ലാതെ ഒരു ഒളിച്ചോട്ടമാണ് ജീവിതത്തിൽ നിന്നും. ആ ഒളിച്ചോട്ടം ഉണ്ടാവാതിരിക്കാൻ നമ്മൾ മരണം വരെ നമ്മുടെ ആരോഗ്യം നിലനിർത്തുവാൻ നമുക്ക് ഉപാസനക്രിയ, ഭക്തിമാർഗം, ക്രിയാമാർഗം ഇതെല്ലാം നമ്മൾ അവലംബിക്കുക. മറിച്ച് എല്ലാം ഭക്തിയിലൂടെ നേടാമെന്ന ധാരണയുണ്ടെങ്കിൽ അത് വളരെ അബദ്ധമാണ്. കാരണം നീയും ഞാനും ഒന്നുമല്ല. സ്വന്തമെന്ന് പറയാൻ നിനക്ക് നിൻ്റെ പേര് പോലും സ്വന്തമല്ല. നിൻ്റെ പേരാരിട്ടതാ? നിൻ്റെ അച്ഛനും അമ്മയും കൂടി നിന്നെ തിരിച്ചറിയാൻ വേണ്ടി നിനക്കൊരു പേരിട്ടു. അപ്പോൾ പേരിന് പോലും നീ സ്വന്തമായിട്ട് അർഹനല്ല. ആ സ്വന്തമല്ലാത്ത പേര് പോലും ഇല്ലാത്ത എനിക്ക് പിന്നെ എന്തൊരു മറ്റൊന്നിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു? അപ്പോൾ ഇതെല്ലാം നമ്മൾ ഭക്തിയുടെ ഒരു നിറവിലൂടെ പോവുകയാണ്. ഭക്തി എന്ന ആ മഹാശക്തിയെ നമുക്ക് ഫലമാക്കി കിട്ടണമെങ്കിൽ ഒരു മാമ്പഴത്തിൻ്റെ ഉള്ളിലും മാമ്പഴം പലതരത്തിലുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. നമ്മൾ മാങ്ങ പറിച്ച് പഴുപ്പിച്ച് ആ മാങ്ങ പൂളി അതിൻ്റെ സത്ത് കഴിക്കുകയും അതിൻ്റെ ഉള്ളിലത്തെ വിത്തെടുത്ത് ദൂരക്കളയും ചെയ്യും. ചക്ക വെട്ടി ആ ചക്കയുടെ ചുളവെടുത്ത് നമ്മൾ കഴിക്കുകയും അതിൻ്റെ കുരുവെടുത്ത് കളഞ്ഞ് അത് വിത്താക്കുകയും ചെയ്യും. ഈ വിത്ത് ഒരിക്കലും കഴിക്കുന്നില്ല. വിത്ത് മറ്റൊരു ഉൽപ്പന്നത്തിൻ്റെ, മറ്റൊരു സൃഷ്ടിക്ക് ആധാരമാകാൻ വേണ്ടി അതിനെ നമ്മൾ മാറ്റിയിടുന്നു. ഈ തത്വമാണ് ഭക്തിയും വിഭക്തിയും തമ്മിലുള്ള വ്യത്യാസം. അപ്പം ഭക്തിയെ ഒരിക്കലും ഒരു ഒളിച്ചോട്ടമാക്കി അല്ലെങ്കിൽ ഒരു മറയാക്കിക്കൊണ്ട് നമ്മുടെ ആരുടെയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല. അതുകൊണ്ട് അധ്വാനിക്കുക, ഫലം ഭഗവാൻ തരുമെന്നുള്ള ബോധമുണ്ടാകുക. നന്ദി, നമസ്കാരം.